അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അക്ബിറൂ ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, ആനന്ദങ്ങളെ നശിപ്പിക്കുന്ന, ആനന്ദങ്ങളെ ഇല്ലാതെയാക്കുന്ന മരണത്തെ കുറിച്ച് ഓർക്കുന്നതിന് നിങ്ങൾ അധികരിപ്പിക്കണേ. ഏത് സമയത്തും ഏത് സെക്കൻഡും എങ്ങനെയും കടന്നു വരാവുന്ന ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് മരണം കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ക്ഷണിച്ചിട്ടല്ല മരണം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ പോലെയായിട്ടാണ് മരണം കടന്നു വരുന്നത്. സദാസമയം ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അകത്തലത്തിൽ പോയും ഒരു പേടി വേണം, ഭീതി വേണം, ഞാൻ മരിക്കുമെന്ന് എന്റെ വാസുദേവൻ നായർ തന്നെ മന്നി എന്ന നോവലിലൂടെ പരിചയപ്പെടുത്തിയ രംഗബോധമില്ലാത്തൊരു കോമാളിയായിട്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മരണം കടന്നു വരുന്നത്. ആരാണ് രംഗബോധമില്ലാത്ത കോമാളി? ആരാണ് പ്രിയമുള്ളവരെ രംഗബോധമില്ലാത്ത കോമാളി? ഏത് സദസ്സിലേക്കും ഏത് സമയത്തും ഏത് സ്ഥലത്തിലേക്കും എങ്ങനെയും കടന്നു വരാവുന്ന ഒരു രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ, ഒരു രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ ഏത് രൂപത്തിലും ഏത് സ്ഥലം എന്ന് നോക്കാതെ, ഏത് സമയം എന്ന് നോക്കാതെ, ഏത് സാഹചര്യം എന്ന് നോക്കാതെ, ഏത് സമയത്തും കടന്നു വരാവുന്ന ഒരു കോമാളിയെ പോലെ മരണം നിന്നെ പിടികൂടുമെന്ന് എം ടി വാസുദേവൻ നായർ തന്റെ മന്നി എന്ന നോവലിലൂടെ സൂചിപ്പിച്ച അക്ബിറൂ ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, എല്ലാ ആനന്ദങ്ങളെയും നശിപ്പിക്കുന്ന, എല്ലാ രസങ്ങളെയും നശിപ്പിക്കുന്ന ആ മരണത്തെ കുറിച്ച് ഓർക്കുന്നതിന് നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പച്ച പിടിച്ചു കിടക്കുന്ന പ്രപഞ്ച ലോകമുണ്ടല്ലോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും താരപദങ്ങളും മാമലകളും ആറുകളും പുഴകളും ജലാശയങ്ങളും ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും അടങ്ങുന്ന ഈ പ്രപഞ്ച ലോകമുണ്ടല്ലോ, ഈ പ്രപഞ്ച ലോകം അസ്തമിക്കുന്നത് പോലെ തന്നെ മരണം നിന്നിലേക്ക് വരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. ഈ പ്രപഞ്ചം അസ്തമിക്കുന്നത് പോലെ തന്നെ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതാണ്. അതിനകത്ത് ഏതൊരു മനുഷ്യർക്കും സംശയമില്ല, അതിനകത്ത് ഒരു മനുഷ്യർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മരണം എന്നുള്ളത് നിന്നിലേക്ക് കടന്നു വരും എന്നുള്ളത് 100% ഉറപ്പാണ്. മരണം എന്നുള്ളത് ഒരു കവാടമാണ്. ആ കവാടത്തിൽ എല്ലാ മനുഷ്യരും പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് മരണത്തെ കുറിച്ച് സദാസമയം നിന്റെ ജീവിതത്തിലേക്ക് ഓർമ്മ വേണം. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹ്, ഞാൻ മരിച്ചു പോകുമല്ലോ എന്നൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരണമേ. ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി, ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി മതമറന്ന് നമ്മൾ ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരണം പിടികൂടുമെന്നൊരു